ഇവിടെ പരിഷ്കരിച്ച ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പ്രകാശനം ചെയ്തു. ഒന്നാം വർഷ പാഠപുസ്തകങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മാനുവൽ കുട്ടികളുടെ അതിവിടെ പ്രകാശനം ചെയ്തു. ഇവിടെ വാസുകി IAS ഇവിടെ ചുവട് 2026 രത്ന ചുരുക്കം ഇവിടെ പറയുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത്രയും പാഠപുസ്തകം ഉദ്ഘാടനം ചെയ്തത് കൊണ്ട് ആരെങ്കിലും ഇനി ഇത് തുഗ്ലക്ക് ഭരണ കാലഘട്ടത്തിൽ ചെയ്ത പോലെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമോ എന്തോ എനിക്കറിയില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇന്ന് നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി മാറ്റമില്ലാതെ തുടർന്ന ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയിൽ കാലോചിതമായ പരിഷ്കാരം നടപ്പിലാക്കി പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് നാം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക എപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാണ്. 10 വർഷത്തിനകം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ 41 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്ക് സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. എല്ലാ ഭാഷാ വിഷയങ്ങളും കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ഗാന്ധിയൻ സ്റ്റഡീസ്, ഹോം സ്റ്റഡീസ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് വ്യാപകമായി പാഠഭാഗങ്ങൾ നീക്കം ചെയ്തപ്പോൾ ചരിത്രത്തെയും ശാസ്ത്രത്തെയും മുറിവേൽപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച നിലപാട് കേരളം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 4 വിഷയങ്ങളിൽ അഡീഷണൽ പാഠപുസ്തകങ്ങൾ കേരളം പ്രത്യേകം പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ പുതിയ പുസ്തകങ്ങൾ കേവലം അറിവ് പകരുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് കുട്ടികളുടെ സാമൂഹിക അവബോധം, പ്രതിബദ്ധത, സഹിഷ്ണുത, സഹാനുഭൂതി, വൈകാരിക ബുദ്ധി എന്നിവ വളർത്തുവാനും ലഹരി വിപത്തിനെതിരായുള്ള പോരാട്ടത്തിൽ അവരെ സജ്ജമാക്കുവാനും ഈ പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ പുതുക്കിയ പുസ്തകങ്ങൾ ലഭ്യമാകും. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ സാധിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വലിയൊരു നേട്ടമാണ്, അവരുടെ വലിയൊരു കഴിവാണ്. ഏകദേശം 20 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് അച്ചടിച്ച വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സാമൂഹികമായ ഇടപെടലുകൾക്ക് അവസരമൊരുക്കുന്നതിനും അസമത്വങ്ങളെ തിരിച്ചറിയുന്നതിനും അവരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കുന്നതിനുമായി ചുവട് 2026 എന്ന പുതിയ പദ്ധതിക്കും നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മികച്ചൊരു യുവതലമുറയെ വാർത്തെടുക്കുവാനുള്ള ഈ മഹത്തായ ലക്ഷ്യത്തിൽ നമുക്ക് കൈകോർക്കാം. ചുവട് എന്ന പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. കാരണം ചുവടെന്ന് പറയുന്ന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുതുതായിട്ട് അതിലൊന്നും പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അത് നമ്മൾ തന്നെ ലംഘിക്കപ്പെടുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ, കുട്ടികൾക്ക് നമുക്ക് ഉപദേശം കൊടുക്കാത്ത കാര്യങ്ങൾ, പൊതുവിൽ നമ്മുടെ സമൂഹം മൊത്തം നന്മയ്ക്ക് വേണ്ടി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാഠപുസ്തകം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടൊരു പുസ്തകപ്പുഴുവായി മാറുക കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥിയാവുന്നില്ല. നല്ല വിദ്യാർത്ഥിയാവുന്നത് നേരത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ 1ാം ക്ലാസ് മുതൽ കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവർ വളർന്നു വരുന്നത്. അതനുസരിച്ചായിരിക്കും അവരുടെ മാനസികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത്. അവരുടെ മനസ്സിൽ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തറച്ചു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളും പൗരബോധമുള്ളവരായിരിക്കണം, ഭരണഘടനയോട് കൂറുള്ളവരായിരിക്കണം, സഹപ്രവർത്തകരോട് സ്നേഹമുള്ളവരായിരിക്കണം, അധ്യാപകരോട് ബഹുമാനമുള്ളവരായിരിക്കണം, രക്ഷകർത്താക്കളോട് ബഹുമാനമുള്ളവരായിരിക്കണം, പാവപ്പെട്ടവനോട് തീർച്ചയായിട്ടും അവന് അനുകമ്പയുള്ളവരായിരിക്കണം, കൂടെ പഠിക്കുന്ന കുട്ടികളോട്, കൂട്ടുകാരോട് എപ്പോഴും പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷനിലൂടെയൊക്കെ വരുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അതിന് ശരിയും തെറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടി
ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കില്ല. അതാണ് ചുവടെന്ന് പറയുന്നത്. ഓരോ ചുവടും വെച്ച് കുട്ടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക്കായിട്ട് 100% മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലും ഏറ്റവും നല്ല ചുവട് വയ്ക്കുന്ന കുട്ടികളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.